ഹലോ, ഷിവാസ് കിച്ചൺ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീൻസും ക്യാരറ്റും വെച്ചിട്ട് അച്ചാർ പൊടിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലൊരു അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബീൻസും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലോട്ട് നമുക്ക് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ബീൻസും ഒരു 1/2 കപ്പ് ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബീൻസും ക്യാരറ്റും ഇവിടെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലെ വെള്ളം കളയരുത് കേട്ടോ, ലാസ്റ്റ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. മറ്റൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എള്ളെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടു കൊടുക്കാം. ശേഷം ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു 5 അല്ലി വെളുത്തുള്ളി 2ആയിട്ട് പിളർന്നതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത നമ്മുടെ സാധാ മുളക് പൊടിയില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറിന് എരിവും കുറവായിരിക്കും, അതുപോലെ തന്നെ നല്ല തിക്നെസ്സും നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ. ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1.5 ടീസ്പൂൺ നമ്മുടെ കടുകില്ലേ കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് ഞാനിവിടെ നമ്മുടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ചൂടാക്കൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ പച്ചക്കടുക് തന്നെ നേരിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ക്രഷ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ കടുക് പൊടിഞ്ഞു പോകും. അതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ നമ്മുടെ കടുകും അതിൻ്റെ ആ ബ്ലാക്ക് കളർ സ്കിന്നില്ലേ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എത്രയാണ് അച്ചാറിന് ഗ്രേവി വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ബീൻസും ക്യാരറ്റും വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ബീൻസിലോട്ടും ക്യാരറ്റിലോട്ടൊക്കെ ഇതിൻ്റെ ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീൻസ് ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.